കുറച്ച് നേരമായി യൂബർ ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രിപ്പ് എടുത്തു. ഒരെണ്ണം $10. അതായത് ഒരാളെ ജോലിക്ക് കൊണ്ടുവിടുന്ന പരിപാടിയായിരുന്നു. ഈ പെറ്റുകളെ നോക്കുന്ന ഒരു സ്ഥലത്ത്. പാസഞ്ചർ $698 പേ ചെയ്തുള്ളൂ. പക്ഷെ എനിക്ക് $10 കിട്ടിയെന്നാണ് കാണിക്കുന്നത്. അവരെന്തായാലും $2 ടിപ്പ് തന്നിട്ടുണ്ട്. അവർക്കൊരു താങ്ക് യു അയച്ചേക്കാം. പിന്നെ അടുത്തത് വന്നത് ഒരു 8:45. അത് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിരുന്നു. 6:53 പിക്ക് ചെയ്തു. ഡ്രോപ്പ് ഓഫ് 7:04. പാസഞ്ചർ $17 പേ ചെയ്തു. എക്സ്റ്റേണൽ ഫീസായിട്ട് ഇത്രയുണ്ട്. അതാണ് എയർപോർട്ടിൻ്റെ ഫീസ് $6.23. അത് സിറ്റി ഓഫ് ഷിക്കാഗോയ്ക്ക് പോകുന്ന പൈസയാണ്. പിന്നെ ലിഫ്റ്റ് ഫീ $4.92. അപ്പോൾ എനിക്ക് കിട്ടിയത് $8.45. പക്ഷെ അവർ $3 ടിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് $8 എത്തിയത്. പിന്നെ ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ഒരു മണിക്കൂറോളം, 1 മണിക്കൂർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു മഴയുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ കുറയുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യൂബറിൽ ഓടിച്ചത് $21. ഒരു എക്സലിൽ ഓടിയായിരുന്നു. 9.96 എക്സലിൽ ഓടി. അതൊരു 3-4 പേരുണ്ടായിരുന്നു. ഒരു 5 പേരുണ്ടായിരുന്നു അതിനകത്ത്. കുറച്ച് ബാഗും ഉണ്ടായിരുന്നു, സാധനങ്ങളുണ്ടായിരുന്നു. അവർ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിരുന്നു. പിന്നെ അത് ഞെക്കിക്കഴിയുമ്പോൾ ഇവർ ടിപ്പൊന്നും തന്നില്ല. 2 മൈൽ പോണേന് അത്രയാണ്. പിന്നെ ഒരാൾ എയർപോർട്ടിൽ കൊണ്ടുവിടാനായിരുന്നു. അത് ഷില്ലർ പാർക്കിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. അപ്പോൾ അയാൾ ഇവിടുന്ന് വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. അയാൾ $5 ടിപ്പ് തന്നു. ഒരു വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു 30 വയസ്സ് താഴെ തോന്നിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അയാൾ ടിപ്പ് തരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പൊതുവെ പ്രായമുള്ള ആൾക്കാരാണ് ടിപ്പ് തരാറ്. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇനിയിപ്പോൾ ഓൺലൈനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഒന്നും വന്നില്ല. ഇതിങ്ങനെ സ്ലോ ആണ്. ഒന്നത് ശനിയാഴ്ചയാണ്. 2 ഓണാണ്, ഒന്നും വന്നിട്ടില്ല അതുവരെ. ഒരു എത്ര മിനിറ്റ് എപ്പോഴാണ്? ഇതൊന്ന് നോട്ടർഡേമിലേക്ക് 2 മണിക്കൂർ. ഇതെന്തായാലും എടുത്തേക്കാം. നോട്ടർഡേമിലേക്ക് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണേന് $126. അത് കുഴപ്പമില്ലായിരുന്നു അല്ലേ? 2 മണിക്കൂറിന് അത്രയും പൈസ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഓടിച്ചു വരാം. അത് പോയി കിട്ടി. യൂബറിൽ അത് വന്നത് പോയി. കണ്ടോ, അത് വേറെ പോയി. ലിഫ്റ്റിൽ ഒരെണ്ണം വന്നില്ലേ? നോട്ടർഡേം എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യാന സ്റ്റേറ്റിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലേക്കൊരു ഷോണെന്നും കണ്ടായിരുന്നു അയാളുടെ പേര് കാണിച്ചത്. പക്ഷെ അതും വലിയ കുഴപ്പമില്ലായിരുന്നു. 4 മണിക്കൂറും കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു $126 കിട്ടും. പിന്നെ തിരിച്ചു വന്നം, അതായത് മുഴുവൻ 4 മണിക്കൂർ എടുക്കും. 2 4 മണിക്കൂർ കൂടുതലെടുക്കും. ആണെങ്കിൽ പോകാറുന്നു. അത് വരുവാണെങ്കിൽ ഇനി അത് വരുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി കാണും. ഇതിന് വരെ പിടിവലിയാണ്. ചെറിയ അനക്കം വന്നു തുടങ്ങി. അതായത് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്കും എല്ലാം പോകുന്നവരെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. വലുതായിട്ട് ഫ്ലൈറ്റുകളൊന്നും ഈ സമയത്ത് വരില്ല. അതാണൊരു കുഴപ്പം. രാവിലെ കൂടുതൽ ഡിപ്പാർച്ചറാണ്, അറൈവൽസ് അധികമില്ല. അവിടെ നോക്കിക്കുക, അവിടെയും മറ്റേ ആരെയും കാണുന്നില്ല. കണ്ടോ, കുറച്ച് കോച്ച് യൂസറെ ബസ്സൊക്കെ പോകുന്നുണ്ടെങ്കിലും അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല. അപ്പം അതുകൊണ്ട്
കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അവിടെ തിരക്കുണ്ടാവില്ല. എവിടെയെങ്കിലും ഒറ്റൊരുത്തരെയും കാണുന്നില്ല. മഴ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ ആൾ വന്നാലാണ് നമുക്ക് റൈഡ് കിട്ടുള്ളൂ. അതൊക്കെ ഒരു ലിഫ്റ്റിൻ്റെ ചിഹ്നം വെച്ച വണ്ടിയാണ്. അത് ആരെയോ കൊണ്ട് ഇറക്കി വിടാമെന്നാണെന്ന് തോന്നുന്നു. വോൾസ് വാഗണിൽ പ്രത്യേകിച്ച് സൈഡൊന്നും കാണുന്നില്ല. എയർപോർട്ടിൻ്റെ ബസ് പോകുന്നു. അതൊരു ഹോട്ടൽ, ഇപ്പോൾ വരുന്നൊരു ഹോട്ടലിൻ്റെ വണ്ടി, ഹോട്ടലിൻ്റെ ഷട്ടിൽ വണ്ടി, ഷെറട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഷട്ടിൽ വണ്ടി. ആ ഇന്ത്യാനയ്ക്ക് പോകുന്ന ട്രിപ്പ് എടുക്കാത്തത് നന്നായി. എന്താന്ന് വെച്ചാലേ, ഈ പോകുന്ന വഴിക്കടെ ഇന്ത്യാനയ്ക്ക് പോകണ്ട. ഇവിടെ മുഴുവൻ മഴയായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി മുഴുവൻ മഴയൊക്കെ ഓടിച്ച് നോട്ടർ ഡെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്താണ് നോട്ടർ ഡെയിം യൂണിവേഴ്സിറ്റി, സൗത്ത് ബെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഇത്രയും വണ്ടി ഓടിച്ച് മഴയുടെ ഉള്ളിൽ കൂടെ തന്നെ ഓടിക്കേണ്ടി വരുന്നതിന്. ഭാഗ്യം, എനിക്കിപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. ഇവിടെ ഇപ്പം മഴ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം. അപ്പോൾ മഴ പതുക്കെ നീങ്ങുന്നതനുസരിച്ച് നമ്മളും ആ മഴയിൽ കൂടെ തന്നെ പോയി സൗത്ത് ബെൻഡ് ഇന്ത്യാനയിലെത്തണം. അപ്പോൾ ഈ മഴയത്തോടെ വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഒരാളെയും കൊണ്ട് പോകുമ്പോൾ, നമ്മൾ പ്രൈവറ്റായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ സ്പീഡ് കുറച്ച് ഓടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒരാളെയും കൊണ്ട് പോകുമ്പോൾ ഇപ്പം അയാൾക്ക് ചിലപ്പോൾ തിരക്കുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ചിലർ പറയുമ്പോൾ അതൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയും. ചിലരൊന്നും മിണ്ടില്ല. ചിലർ പറയും സ്പീഡിൽ പോകണമെന്ന് പറയും. ഇതിപ്പോൾ മഴയത്ത് അങ്ങോട്ട് പോകാത്ത നന്നായി. ഏതെങ്കിലും ട്രിപ്പ് ഈ ഭാഗത്തേക്കും എല്ലാം പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലോങ് വാക്കിക്കനോ എനോഷയോ അങ്ങനെ മിൽവാക്കി ആണെങ്കിലും കുഴപ്പമില്ല. ഈ ഭാഗത്തേക്ക് പോകുന്ന അത്ര നല്ല കാര്യമല്ല. നല്ല മഴയായിരുന്നു. ഇപ്പം കുറച്ചു നേരം മുമ്പ് ഇവിടെ പെയ്തതിൻ്റെ മഴയുടെ സാധനങ്ങളാണ് അങ്ങോട്ട് പോയേക്കണത്. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യാന ഇല്ലിനോയ് ബോർഡറിൻ്റെ ഈ ഭാഗത്ത് റൈഡ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഷിക്കാഗോയിലേക്ക് പോകാനൊരു വന്നായിരുന്നു. അതൊന്നും അത്ര നല്ല ഏരിയ അല്ല, എനിക്കിഷ്ടം. എൻ്റെ ഫേവറേറ്റ് ഏരിയ അല്ല, ഞാനത് വന്നാലും എടുക്കില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് ചെയ്ത ട്രിപ്പാണ് ലിഫ്റ്റിലൊരു ട്രിപ്പ് ചെയ്തായിരുന്നു, ഒരു ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അതൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് എന്തായാലും അവർ ടിപ്പ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 2:37 ടിപ്പ് തന്നിട്ടുണ്ട്. അത് ടാങ്കി അടിക്കാം. സ്ഥിരം കയറുന്ന ഒരാളായിരുന്നു. 14-16 അതൊരു മലയാളിയായിരുന്നു. സ്ഥിരം കാണുന്ന ഒരാളാണ്. എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു.